ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് 118 പേജിൽ ലെറ്റസ് റീവിസിറ്റ് എന്നുള്ളത് നോക്കാവേ. ട്രൂ ഹൈറ്റ് എന്ന പാഠത്തിലെ മൈക്കിൾ സ്റ്റോൺ മെയ്ഡ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ബൈ സെറ്റിംഗ് എ ന്യൂ റെക്കോർഡിംഗ് പോൾ വോൾട്ട് അറ്റ് ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ്. നാഷണൽ ജൂനിയർ ഒളിമ്പിക്സിൽ മൈക്കിൾ സ്റ്റോൺ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് നേടി. അത് ഒരു പുതിയ പോൾ വോൾട്ടിൽ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു. ഇമാജിൻ ദാറ്റ് യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ. ഒരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് വിചാരിക്കുക. ഹൂ ഗെറ്റ്സ് എ ചാൻസ് ടു ഇൻ്റർവ്യൂ മൈക്കിൾ സ്റ്റോൺ. മൈക്കിൾ സ്റ്റോണിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ നമുക്കൊരു ചാൻസും കിട്ടി. പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ഫോർ ദ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിന് വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദ്യം ഉണ്ടാക്കാവേ. ആഫ്റ്റർ ബ്രേക്കിംഗ് ദ റെക്കോർഡ് ഇൻ പോൾ വോട്ട് വാട്ട് ഡു യു ഫീൽ നൗ? പോൾ വോട്ടിൽ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴത്തേന്, അല്ലെങ്കിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നു? അത് ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യം രണ്ടാമത്തേതായിട്ട് നമുക്ക് എഴുതാവേ. ടു ഹും ആർ യു ഒബ്ലിജ്ഡ് ഫോർ ദിസ് ക്രെഡിറ്റബിൾ അച്ചീവ്മെൻറ്റ്. ഈ അഭിമാനാർഹമായ നേട്ടത്തിൽ താങ്കൾ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? അടുത്ത ചോദ്യം. വൈ ഡിഡ് യു സെലക്ട് പോൾ വോട്ട് ആസ് യുവർ ഐറ്റം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പോൾ വോട്ടിനെ നിങ്ങളുടെ ഐറ്റമായിട്ട് തിരഞ്ഞെടുത്തത്? 3. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ടാർഗറ്റ് ഇൻ ദ ഐറ്റം. ഈ ഐറ്റത്തിൽ നിങ്ങളുടെ അടുത്ത ടാർഗറ്റ് എന്താണ്? 4. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എബൌട്ട് പോളിസി ഓഫ് ഗവൺമെൻറ് ടുവേഡ്സ് സ്പോർട്സ് സ്റ്റാർസ് ഹൂ ആർ ഹാൻഡിക്യാപ്ഡ്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, അതായത് അംഗവൈകല്യങ്ങളൊക്കെയുള്ള സ്പോർട്സ് സ്റ്റാർസിനോട് ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അടുത്തത്. വാട്ട് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഡു യു പെർസ്യൂ ടു കീപ്പ് യുവർ ബോഡി ഫിറ്റ് ഫോർ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷന് വേണ്ടി താങ്കളുടെ ശരീരത്തെ ഫിറ്റാക്കാനായിട്ട് താങ്കൾ എന്ത് തരത്തിലുള്ള ട്രെയിനിങ്ങാണ് പിന്തുടർന്നത്? വാട്ട് ഈസ് ദ അഡ്വൈസ് ഓഫ് യുവർ കോച്ച് റിഗാർഡിംഗ് ദിസ്. ഇതിനെക്കുറിച്ച് താങ്കളുടെ കോച്ച് തന്നിരുന്ന ഉപദേശം എന്താണ്? 6. ഹൗ ഡിഡ് യു ഗെറ്റ് ദ ഇൻസ്പിറേഷൻ ടു ക്ലിയർ ദാറ്റ് മച്ച് ഹൈറ്റ്. ഈ വലിയ ഉയരം കീഴടക്കാനായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന മോട്ടിവേഷൻ എന്തായിരുന്നു? എന്താണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തത്? വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ യങ്ങർ വൺസ് ഇൻ ദ ഫീൽഡ്. ഈ ഫീൽഡിലേക്ക് വരുന്ന പുതിയ യങ്ങറായിട്ടുള്ളവരോടുള്ള നിങ്ങളുടെ ഉപദേശം എന്താണ്? ഇപ്പോൾ ഇവിടെ 6 ചോദ്യമായിട്ട് തന്നേക്കുന്നത് നമുക്കൊരു 9 ചോദ്യമാക്കാം കേട്ടോ. ഇത് 2009 പരീക്ഷയ്ക്ക് വന്നതാണ്. ഇതിങ്ങനെ എഴുതിയാൽ മതി, നല്ല ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ. ഇനി അടുത്തത്. മൈക്കിൾസ് മദർ വാസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ ഓഫ് ഹിസ് ലൈഫ്. മൈക്കിളിൻ്റെ അമ്മയായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ. ഓൺ മദേഴ്സ് ഡേ അന്ന് ഷീ ഗെറ്റ് ഓണേർഡ് അറ്റ് ദ സ്കൂൾ. അവളുടെ ഈ മൈക്കിൾ സ്റ്റോണിൻ്റെ സ്കൂളിൽ ആദരിക്കപ്പെട്ടു. വേർ മൈക്കിൾ സ്റ്റഡിയുടെ. ഡ്രാഫ്റ്റ് ദ സ്പീച്ച് ഷീ ഈസ് ലൈക്ലി ടു ഡെലിവർ. അവൾ പറയാൻ സാധ്യതയുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാൻ. താങ്കിങ് ദ സ്കൂൾ അതോറിറ്റീസ് ആൻഡ് ഷെയറിങ് ഹെർ എക്സ്പീരിയൻസ് ഓഫ് ബ്രിങ്ങിങ് അപ്പ് എ ഡിസേബിൾഡ് ചൈൽഡ്. സ്കൂൾ അതോറിറ്റിയോട് നന്ദി പറയുന്നതും അതുപോലെ തന്നെ അവൾ ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ വളർത്തിയെടുത്തതിൻ്റെ അനുഭവങ്ങളും എല്ലാം കൂട്ടി ഒരു പ്രസംഗം തയ്യാറാക്കാൻ. നമുക്ക് പ്രസംഗം തയ്യാറാക്കാം അല്ലേ? ഒരു പ്രസംഗത്തിൽ ആദ്യം നമ്മൾ അഭിസംബോധന ചെയ്യണമല്ലോ അല്ലേ? അത് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റർ, സ്റ്റുഡൻസ് ആൻഡ് ഓൾ മദേഴ്സ്. മദേഴ്സ് ഡേ ആയതുകൊണ്ട് നമുക്ക് മദേഴ്സിനെ കൂടി ഒന്ന് അഭിസംബോധന ചെയ്തേക്കാം. ഇനി ഐ ആം പ്രൗഡ് ആൻഡ് ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് മദേഴ്സ് ഡേ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ മദേഴ്സ്. എല്ലാ അമ്മമാരുടെയും ഒരു പ്രതിനിധിയായിട്ട് ഇന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദിസ് ഡേ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ മദേഴ്സ് ലൈക്ക് മീ ആസ് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഓണറിങ് മദേഴ്സ് എവരിവെയർ. ഈ മദേഴ്സ് ഡേ എല്ലാ അമ്മമാരെയും പോലെ എനിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് എല്ലാ സ്ഥലങ്ങളിലുമുള്ള അമ്മമാരെ ആദരിക്കുന്ന ദിവസമാണ്, ആദരിക്കുന്ന സെലിബ്രേഷനാണ്. ഇറ്റ് എൻഹാൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മദർഹുഡ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് എ മദർ ഇൻ ദ ഫാമിലി ലൈക്ക് വൈസ് ഇൻ ദ സൊസൈറ്റി. ഇത് അമ്മമാരുടെ പ്രാധാന്യം ഉയർത്തി കാണിക്കുന്നു. എവിടെയാണ്? സൊസൈറ്റിയിലും വീട്ടിലും. ഐ ആം
താങ്ക്ഫുൾ ടു യു ബിക്കോസ് യു ഹാവ് സെലക്റ്റഡ് മീ ടു ഷെയർ എ മെസ്സേജ്. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു കാരണം നിങ്ങൾ ഒരു മെസ്സേജ് ഷെയർ ചെയ്യാൻ വേണ്ടി എന്നെ സെലക്ട് ചെയ്തു. യു ഹാവ് സെലക്റ്റഡ് ആൻ ഓർഡിനറി ഹെൽപ്ലെസ് മദർ ഫ്രം ആൻ ഓർഡിനറി ഫാമിലി വിത്ത് എ ഹാൻഡിക്യാപ്ഡ് ചൈൽഡ്. നിങ്ങൾ സെലക്ട് ചെയ്തത് ഒരു സാധാരണ അമ്മയാണ്, ഒരു സാധാരണ ഫാമിലിയിൽ നിന്നാണ്. അതുകൂടാതെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡിൻ്റെ അമ്മയും കൂടിയാണ്. ബട്ട് ഓൾ ഓഫ് യു നോ മൈ ചൈൽഡ് മൈക്കിൾ സ്റ്റോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മകൻ മൈക്കിൾ സ്റ്റോണിനെ അറിയാം. ഹീ ഈസ് സ്റ്റുഡിയസ്. അവൻ നല്ല പഠിക്കുന്നൊരു കുട്ടിയാണ്. ബിസൈഡ്സ് ഹീ മെയ്ഡ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ബൈ സെറ്റിംഗ് എ ന്യൂ റെക്കോർഡിംഗ് പോൾ വോൾട്ട് അറ്റ് ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ്. നാഷണൽ ജൂനിയർ ഒളിമ്പിക്സിൽ അവനൊരു റെക്കോർഡ് നേടുകയും കൂടെ ചെയ്തു. ഐ ആം മച്ച് താങ്ക്ഫുൾ ടു യു ഓൾ ഫോർ ദിസ് ഫങ്ഷൻ ആൻഡ് ഓൾസോ ഫോർ ഇൻസ്പയറിംഗ് മൈ സൺ. ഞാൻ ഈ ഫംഗ്ഷന് നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യുന്നു. അതുകൂടാതെ നിങ്ങൾ എൻ്റെ മകനെ ഇൻസ്പയർ ചെയ്തതിനും ഞാൻ നന്ദി പറയുന്നു. ഹൂ ഈസ് ഡിസേബിൾഡ്. അവനൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ചൈൽഡാണ്. മൈ ലൈഫ് വാസ് എ തോൺ ഫിൽഡ് പാത്ത്. എൻ്റെ ജീവിതം ഒരു മുള്ളു നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്രയായിരുന്നു. തിങ്ക് ഓഫ് മൈ സ്റ്റേറ്റ് ഇൻ ബ്രിങ്ങിങ് അപ്പ് സച്ച് എ ചൈൽഡ്. എൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇതുപോലെയുള്ളൊരു കുട്ടിയെ വളർത്തിയെടുക്കാൻ ഉള്ള കഷ്ടപ്പാടുകൾ. ദോ ഹിസ് ഫാദർ വാസ് മച്ച് ഹെൽപ്ഫുൾ ടു മീ ആൻഡ് മൈക്കിൾ. മൈക്കിളിൻ്റെ ഫാദർ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു എനിക്കും മൈക്കിളിനും. ദ ബേർഡൻ ഓഫ് ദ അപ്ബ്രിങ്ങിങ് ആസ് യു നോ ഓൾവേസ് ഫാൾസ് ഓൺ ദ വീക്ക് ഷോൾഡേഴ്സ് ഓഫ് ദ മദർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കുട്ടിയെ വളർത്തുക എന്നതിൻ്റെ ബേർഡൻ എപ്പോഴും അമ്മമാരുടെ ആ വീക്കായിട്ടുള്ള ക്ഷീണിതമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ബലമൊന്നുമില്ലാത്ത ഷോൾഡേഴ്സിലാണ് എത്തുന്നത്. ബട്ട് ഐ വാസ് നെവർ ഡിസപ്പോയിൻറ്റഡ്. ഞാനെന്നാൽ ഒരിക്കലും നിരാശ ആയിരുന്നില്ല. ഐ ഓൾവേസ് ഗോട്ട് മോറൽ സപ്പോർട്ട് ഫ്രം മൈ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും ഒക്കെ മോറൽ സപ്പോർട്ട് ലഭിച്ചിരുന്നു. ആൻഡ് പീപ്പിൾ ലൈക്ക് യു. നിങ്ങളെപ്പോലുള്ള ആളുകളിൽ നിന്നും. ഓൾവേസ് യു ഷുഡ് ഗീവ് സ്പെഷ്യൽ അറ്റൻഷൻ ടു യുവർ ഡിസേബിൾഡ് ഫ്രണ്ട് ആൻഡ് കൺസിഡർ ദം ഈക്വൽ ടു യു. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യണം. അവരെ നിങ്ങൾക്ക് തുല്യരായിട്ട് കരുതുകയും വേണം. ഓൺ ദിസ് ഒക്കേഷൻ, ഈ അവസരത്തിൽ ഐ വുഡ് ലൈക്ക് ടു താങ്ക്സ് യു വൺസ് അഗെയിൻ ഫോർ ദ കൈൻഡ്നെസ് ആൻഡ് ലവ് ഷോൺ ടു ആസ്. ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങൾ എന്നോട് കാണിച്ച, എൻ്റെ കുട്ടിയോടും കാണിച്ച കരുണയ്ക്ക്. പിന്നെ ബട്ട് ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് റിമെമ്പർ ദിസ്. എന്നാൽ പ്രിയ കുട്ടികളെ നിങ്ങൾ ഇത് ഓർക്കണം. ഡോണ്ട് ലിമിറ്റ് യുവർ റെസ്പെക്റ്റ് ടുവേഡ്സ് യുവർ മദർ ഇൻ ദിസ് സെലിബ്രേഷൻ. നിങ്ങളുടെ അമ്മമാരോടുള്ള ബഹുമാനം ഈ ഒരു സെലിബ്രേഷനിൽ മാത്രം ഒതുക്കിക്കളയരുത്. ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ഫോർ എവർ ഇൻ യുവർ ലൈഫ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ കാലത്തും തുടരണം. വിത്ത് ദീസ് വേർഡ്സ് ഐ കൺക്ലൂഡ് മൈ സ്പീച്ച്. ഈ വാക്കുകളോടുകൂടി ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഇത്രയും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രസംഗമായി കേട്ടോ. 3. ഗിവൺ ബിലോ ആർ എ ഫ്യൂ ക്യാരക്ടർ ട്രൈറ്റ്സ്. പിക്ക് ഔട്ട് ദ വൺസ് ആൻഡ് ബെസ്റ്റ് സ്യൂട്ട് മൈക്കിൾ ആൻഡ് പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച്. താഴെ കുറച്ച് ക്യാരക്ടർ സ്കെച്ചിന് പറ്റുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് മൈക്കിൾ സ്റ്റോണിന് ചേരുന്നത് തിരഞ്ഞെടുക്കുക. അങ്ങനെ മൈക്കിൾ സ്റ്റോണിനെ കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നതല്ലേ. കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ലെസി ആയിരുന്നോ? അല്ല അല്ലേ. ഡെഡിക്കേറ്റഡ് ആയിരുന്നല്ലേ. പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു, സംഭ്രാന്തി ഉള്ളവനായിരുന്നു? അല്ല. ഡെറ്റർമൈൻഡ് ആയിരുന്നല്ലേ. ഡിസിപ്ലിൻഡ് ആയിരുന്നു. ക്ലംസി എന്ന് പറഞ്ഞാൽ അവലക്ഷണം പിടിച്ചവനായിരുന്നു? അല്ല. നോട്ട് അംബീഷ്യസ് ആയിരുന്നോ? അംബീഷനൊന്നും ഇല്ലാത്ത ആളായിരുന്നോ? അല്ല. ഡൗട്ട്ഫുൾ ആയിരുന്നോ? അല്ല. നോട്ട് കോൺഫിഡൻ്റ് ആയിരുന്നോ? അല്ല. നെർവസ് ആയിരുന്നോ? ചെറുതായിട്ടല്ലേ. ഇത്തരം കാര്യങ്ങൾ കൂട്ടി നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മൈക്കിൾ സ്റ്റോൺ എന്നൊരു ഹെഡിങ് ഒക്കെ കൊടുക്കാവേ. എന്നിട്ട് മൈക്കിൾ സ്റ്റോൺ വാസ് എ ബ്ലൈൻഡ് ബോയ്. മൈക്കിൾ സ്റ്റോൺ ഒരു അന്ധനായ കുട്ടിയായിരുന്നു. ഹീ വാസ് ആൻ ഒൺലി ചൈൽഡ് ഓഫ് ഹിസ് പേരൻസ്. അവൻ്റെ മാതാപിതാക്കളുടെ ഒരേ ഒരു കുട്ടിയായിരുന്നു. ഫ്രം ദി ഏജ് ഓഫ് 14, 14 വയസ്സ് മുതൽ മൈക്കിൾ ബിഗൺ എ വെരി കെയർഫുൾ ആൻഡ് റെജിമെൻറ്റഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് പ്രോഗ്രാം. മൈക്കിൾ വളരെ ശ്രദ്ധാപൂർവമായിട്ടും റെജിമെൻറ്റഡായിട്ടും ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് പ്രോഗ്രാമിൽ ഏർപ്പെടാൻ തുടങ്ങി. ആൻഡ് ഹീ ഡിഡ് സം കൈൻഡ് ഓഫ് റണ്ണിങ് വർക്ക് ഓൺ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. റണ്ണിങ് വർക്ക്സും 1-2 ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. ദ പ്രോഗ്രാം വാസ്
കെയർഫുള്ളി മോണിറ്റർഡ് ബൈ മൈക്കിൾസ് ഫാദർ ബെർട്ട് സ്റ്റോൺ. മൈക്കിളിൻ്റെ പിതാവായ ബെർട്ട് സ്റ്റോൺ ആണ് ഈ പ്രോഗ്രാമെല്ലാം കെയർഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മൈക്കിൾസ് മദർ റീഡ് ഹിം ന്യൂമറസ് സ്റ്റോറീസ് എബൌട്ട് ഫ്ലൈയിങ് വെൻ ഹി വാസ് ഗ്രോയിങ് അപ്പ്. അവൻ വളർന്നു വരുന്ന പ്രായത്തിൽ മൈക്കിളിൻ്റെ അമ്മ അവനെ ഒരുപാട് കഥകൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അതെല്ലാം ഫ്ലൈയിങ്ങിനെ കുറിച്ചുള്ളത് ആയിരുന്നു. സോ മൈക്കിൾ സെലക്റ്റഡ് പോൾ വാൾട്ട് ആസ് ഹിസ് ഐറ്റം ഇൻ സ്പോർട്സ്. അങ്ങനെ മൈക്കിൾ സ്പോർട്സിന് പോൾ വാൾട്ടാണ് അവനൊരു ഐറ്റമായിട്ട് തിരഞ്ഞെടുത്തത്. സ്ട്രൈവിങ് ഫോർ പെർഫെക്ഷൻ വാസ് ഹിസ് പാഷൻ. ഏത് കാര്യത്തിലും നല്ല പെർഫെക്റ്റായിട്ട് തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അവൻ്റെ ഒരു ഭ്രമം ആയിരുന്നു. സോ ഹി ഡിഡ് റെഗുലർ പ്രാക്ടീസിങ് ദിസ് ഐറ്റം. അതുകൊണ്ട് അവൻ ഈ ഐറ്റത്തിൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഓൺ ജൂലൈ 2, 1999, 1999 ജൂലൈ 2 ഹീ കൺഫ്രണ്ടഡ് ദ മോസ്റ്റ് ചലഞ്ചിങ് ഡേ ഓഫ് ഹിസ് പോൾ വോട്ടിംഗ് കരിയർ. അവൻ്റെ പോൾ വോട്ടിംഗ് കരിയറിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ദിവസത്തെ അവൻ നേരിട്ടു. ഹിസ് ഹാർഡ് വർക്ക്സ്, അവൻ്റെ കഠിന പ്രയത്നങ്ങളെല്ലാം ബെയർഡ് ഫ്രൂട്ട്സ് ദാറ്റ് ഡേ, ആ ദിവസം ഫലമണിഞ്ഞു. ഹീ ക്ലിയർഡ് 17 feet and 6.5 inches ആൻഡ് സെറ്റ് എ ന്യൂ വേൾഡ് റെക്കോർഡ്. അവൻ 17 അടി 6.5 ഇഞ്ച് ഉയരത്തിൽ ചാടി ഒരു പുതിയ വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചു. ഇൻ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സിൽ അവനിങ്ങനെ ഒരു റെക്കോർഡ് സ്ഥാപിച്ചു. ഇറ്റ് ഈസ് വെരി ഇൻസ്പയറിങ് അച്ചീവ്മെൻറ്റ്. ഇത് വളരെ ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റാണ്. വി മസ്റ്റ് ഫോളോ ഹിം. നമുക്കും അവനെ പിന്തുടരാം. ഓക്കെ, ഇതാണ് മൈക്കിൾ സ്റ്റോണിനെ പറ്റിയുള്ളൊരു ചെറിയ ക്യാരക്ടർ സ്കെച്ച്. ഇനി അടുത്ത ചോദ്യമേ ആക്ടിവിറ്റി 1 ഇമെയിൽ എഴുതാനായിട്ടാണ്. യു ഹാവ് എ ഫ്രണ്ട് ഹൂസ് ചൈൽഡ് ഈസ് വിഷ്വലി ഇമ്പയർഡ്. നിങ്ങൾക്കൊരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ കുട്ടി കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. യു വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യുവർ ഫ്രണ്ട് റിലീവ് ഹിം ഫ്രം ഹിസ് ഡിപ്രസ്ഡ് ആൻഡ് ഡിജക്റ്റഡ് മൂഡ്. അവൻ്റെ ആ ഡിപ്രഷനായിട്ടുള്ള മൂഡിൽ നിന്നും ഒരു റിലീവ് ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സെൻഡ് ആൻ ഇമെയിൽ, ഒരു ഇമെയിൽ മെസ്സേജ് അയക്കാൻ ടു ഹിം. അഡ്വൈസിങ്, അവനെ ഉപദേശിക്കാൻ എന്താ, ആൻഡ് മോട്ടിവേറ്റിംഗ് ചെയ്യാനായിട്ട്. ഹിം സോ ആസ് ടു ഹെൽപ്പ് ദ ചൈൽഡ് ഓവർകം ദ ഹാൻഡിക്യാപ്പ് ആൻഡ് അച്ചീവ് ഹിസ് ഗോൾസ്. അവനെ ആ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഓവർകം ചെയ്യാനും പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും അച്ചീവ് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ നമ്മളൊരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു ലെറ്റർ എഴുതാം അല്ലേ. ഇമെയിലിൻ്റെ ഫോം ഇനിയും വരച്ച് എഴുതേണ്ട കാര്യമില്ലല്ലോ. 42-ാമത്തെ പേജിൽ നമുക്ക് ഇമെയിലിൻ്റെ ഫോമുണ്ട്. ആ പാഠം പഠിച്ച സമയത്ത് ഞാനത് വരച്ച് എഴുതി എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. ഇപ്പം ഇമെയിലിനകത്ത് എന്താ എഴുതേണ്ടതെന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതിയല്ലോ. ഫ്രം ടു CC ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഡിയർ ശ്രീജിത്ത്, ഐ ഹാവ് ഗോട്ട് യുവർ ലെറ്റർ യെസ്റ്റർഡേ. എനിക്ക് നിൻ്റെ കത്ത് ഇന്നലെ കിട്ടി. വൈ ആർ യു ഫീലിംഗ് ഹെൽപ്ലെസ്. എന്തുകൊണ്ടാണ് നിനക്ക് ആരും സഹായത്തിനില്ലാത്തവനാണെന്ന് തോന്നുന്നത്. ലുക്ക് ശ്രീജിത്ത്, ദിസ് ഈസ് നോട്ട് ഓൺലി ദ പ്രോബ്ലം ഓഫ് യുവർ ഓൺ. ഇത് നിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. ബട്ട് ഓൾസോ ദർ ആർ സോ മെനി ചൈൽഡ്സ് ലൈക്ക് ദിസ്. ഇതുപോലെയുള്ള ധാരാളം കുട്ടികൾ നമുക്കിവിടെ ഉണ്ട്. ആർ യു ഡോണ്ട് വാച്ച് TV ഓർ റീഡ് ന്യൂസ് പേപ്പർ. നീ എന്താ TV കാണുകയും ന്യൂസ് പേപ്പറൊന്നും വായിക്കുകയും ചെയ്യാത്ത കൂട്ടത്തിലാണോ? അങ്ങനെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതി. ഇനി തിങ്ക് അബൌട്ട് ഹെലൻ കെല്ലറിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഹു വാസ് ബ്ലൈൻഡ്, ഡെഫ് ആൻഡ് മ്യൂട്ട്. അവൾ ബ്ലൈൻഡായിരുന്നു, ചെവി കേൾക്കാൻ പാടില്ലാത്ത, ഡെഫായിരുന്നു, മ്യൂട്ട്, സംസാരിക്കാൻ കഴിവില്ലാത്ത കുട്ടിയായിരുന്നു. യെറ്റ്, എന്നിരുന്നാലും ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഡിഫോമിറ്റീസ്, അവളുടെ ആ അംഗവൈകല്യങ്ങളെ ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഷീ ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്, അവൾ ജീവിതത്തിൽ വിജയിച്ചു. സോ മെനി എക്സാമ്പിൾസ് ലൈക്ക് ദിസ് എറൗണ്ട് അസ്. നമുക്ക് ചുറ്റിനും ഇതുപോലുള്ള ഒത്തിരി എക്സാമ്പിൾസ് കാണാൻ കഴിയും. ബിസൈഡ്സ്, അതുകൂടാതെ ഐ റീഡ് എ സ്റ്റോറി ലാസ്റ്റ് വീക്ക്, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലൊരു കഥ വായിച്ചു. ഇറ്റ് വുഡ് ഷുവർലി യൂസ്ഫുൾ ടു യു, ഇത് നിനക്ക് തീർച്ചയായും ഉപകരിക്കും. ഐ ഷുഡ് ഗീവ് ഇറ്റ് ടു യു, ഞാനത് നിനക്ക് തരാം. ദ സ്റ്റോറി വാസ് എബൌട്ട് എ ബ്ലൈൻഡ് ചൈൽഡ് നെയിംഡ് മൈക്കിൾ സ്റ്റോൺ. ആ സ്റ്റോറി മൈക്കിൾ സ്റ്റോൺ എന്നൊരു കുട്ടിയെ കുറിച്ചായിരുന്നു. ഹൂ മെയ്ഡ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ബൈ സെറ്റിംഗ് എ ന്യൂ റെക്കോർഡ് ഇൻ പോൾ വോട്ട് അറ്റ് ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ്. ആ കുട്ടി ഒരു പുതിയ റെക്കോർഡ് ഉണ്ടാക്കി പോൾ വോട്ടിങ്ങിൽ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സിൽ.
ഈസ് യുവർ സൺ എ ഗുഡ് സിംഗർ? നിൻ്റെ മകൻ ഒരു നല്ല പാട്ടുകാരനല്ലേ? വൈ ഡോണ്ട് തിങ്ക് അബൌട്ട് ഡെവലപ്പിംഗ് ഹിസ് ടാലൻറ്റ്? അവൻ്റെ ആ കഴിവ് വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത്? ഡൈവേർട്ട് യുവർ മൈൻഡ് ടു ദാറ്റ്. നിൻ്റെ മനസ്സ് അങ്ങോട്ട് തിരിച്ചുവിടുക. ആൻഡ് ഹെൽപ്പ് യുവർ സൺ ടു എൻജോയ് ദ വിക്ടറി ഓഫ് ലൈഫ്. അങ്ങനെ നിൻ്റെ മകനെ ജീവിതത്തിൻ്റെ വിജയം ആസ്വദിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ സഹായിക്കുക. ഐ വിൽ കം ടു യു ആസ് സൂൺ ആസ് ഐ ക്യാൻ. ഞാൻ നിൻ്റെ അടുത്തേക്ക് കഴിയുന്നത്ര വേഗം എത്താം. യുവേഴ്സ് ലവിങ് ഫ്രണ്ട്. മറ്റാരുടെങ്കിലും പേരെഴുതിയാലും മതി, അങ്ങനെ എഴുതി ഇടുക. അപ്പോൾ ഇമെയിലിൻ്റെ ഫോം തന്നെ എടുത്ത് ഇമെയിലിൻ്റെ പോലെ തന്നെ കളം വരച്ച് ഇത് നമുക്ക് എഴുതണം. ഇത്തരം കാര്യം എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യമേ, മൈക്കിൾ സ്റ്റോറി ഈസ് ദ വിക്ടറി ഓഫ് ഹിസ് പേരൻസ്. അവൻ്റെ പേരൻസിൻ്റെ വിജയമായിരുന്നു മൈക്കിളിൻ്റെ കഥ. ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസ് വെൻ യുവർ പേരൻസ് ടുഡ് ബൈ യു വെൻ യു ഫേസ്ഡ് എ ക്രൈസിസ്? നിങ്ങളൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളോടൊപ്പം നിന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ? പ്രിപ്പയർ എ പേഴ്സണൽ റൈറ്റപ്പ് ഓൺ ദ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ യുവർ പേരൻസ്. നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതാൻ. ആൻസർ: ഐ വാസ് ഷോക്ക്ഡ് ടു സീ ദ റിസൾട്ട് ഓഫ് മൈ SSLC എക്സാമിനേഷൻ. എൻ്റെ SSLC എക്സാമിനേഷൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഷോക്ക്ഡായി പോയി. ഐ മിസറബിളി ഫെയിൽഡ് ഇൻ ഓൾ എക്സാമിനേഷൻസ്. എല്ലാ വിഷയത്തിനും ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? എങ്ങനെയാണിത് സംഭവിച്ചത്? ഐ വാസ് മച്ച് വറീഡ്. ഞാൻ ഒത്തിരി വറീഡായിപ്പോയി. ഐ വാസ് അഫ്രൈഡ് ഓഫ് മൈ പേരൻസ് റിയാക്ഷൻ. എൻ്റെ പേരൻസിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നോർത്ത് ഞാൻ ഭയപ്പെട്ടു. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ഫാദർ വാസ് വെരി സീരിയസ്. ഫാദർ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുത്തു. ബട്ട് ഹീ ഡിഡ് നോട്ട് എബ്യൂസ് മീ. എന്നെ ഒന്നും പറഞ്ഞില്ല. മദർ വാസ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. മദർ ഒത്തിരി ദയയും സഹായമുള്ള ആളായിരുന്നു. എവരി ഡേ ഷീ വുഡ് മേക്ക് മീ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock ഇൻ ദ മോർണിംഗ് ആൻഡ് ടുക്ക് മച്ച് കെയർ ഇൻ മൈ സ്റ്റഡീസ്. എന്നെ എല്ലാ ദിവസവും 5 മണിക്ക് അമ്മ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും എൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ പഠിത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്തു. ഫാദർ ബോട്ട് മീ സം ഗൈഡ്സ് ടു സ്റ്റഡി. എൻ്റെ ഫാദർ എനിക്ക് പഠിക്കാൻ കുറച്ച് ഗൈഡുകളൊക്കെ വാങ്ങി തന്നു. ഐ വർക്ക്ഡ് വെൽ വിത്ത് ദർ എൻകറേജ്മെൻറ്റ്. അവർ പകർന്നു തന്ന ആ ധൈര്യത്തോടു കൂടി ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ദ നെക്സ്റ്റ് എക്സാമിനേഷൻ. അടുത്ത പരീക്ഷയ്ക്ക് ഐ പാസ്ഡ് വിത്ത് ഗുഡ് മാർക്ക്. ഞാൻ നല്ല മാർക്കോടുകൂടി വിജയിച്ചു. താങ്ക്സ് ടു മൈ പേരൻസ്. എൻ്റെ പേരൻസിന് നന്ദി പറയുന്നു. ഇത്ര എഴുതിയാൽ നമുക്കതിൻ്റെ ഉത്തരവാകും. ആക്ടിവിറ്റി 3 ഡയറി എഴുതാനാണേ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഫീലിംഗ് ഓഫ് ദ അതർ വോട്ടർ ഹൂ മിസ്ഡ് ദ ജമ്പ്. ഈ മറ്റേ വോട്ടറുടെ ജമ്പ് ശകലം മിസ്സായിപ്പോയല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ ഫീലിംഗ് ഒന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എപ്പോഴുള്ളതാ? ബിഫോർ ആൻഡ് ആഫ്റ്റർ റിയലൈസിങ് ദാറ്റ് മൈക്കിൾ ഈസ് ബ്ലൈൻഡ്. മൈക്കിൾ ബ്ലൈൻഡാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പും മനസ്സിലാക്കി കഴിഞ്ഞും അവൻ്റെ ഫീലിംഗ് ഒന്ന് കമ്പയർ ചെയ്യാൻ. ഇമേജിൻ ദാറ്റ് ദ അതർ വോട്ടർ ഈസ് റൈറ്റിംഗ് ഹിസ് ഡയറി റിഫ്ലക്റ്റിംഗ് ഓൺ ദ ഡേയ്സ് എക്സ്പീരിയൻസ് ഓൺ ദ അസ്ട്രോടർഫ്. അവൻ്റെ ആ മത്സര വേദിയിലുള്ള അവൻ്റെ ഫീലിങ്ങുകളെല്ലാം കൂടെ അവനൊന്ന് പോയിട്ട് ഡയറിയിൽ എഴുതി വെച്ച് നോക്കുക. അങ്ങനെയെങ്കിൽ ആ ഡയറി കുറിപ്പ് നമ്മളൊന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എഴുതാം അല്ലേ? ഡയറി എഴുതുമ്പോൾ ആദ്യമേ ഡേറ്റ് ഇടണം. ജൂലൈ 2, 1999. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, വാട്ട് എ മിംഗിൾഡ് ഫീലിംഗ് ഈസ് ദിസ്. എന്തൊരു സമ്മിശ്ര വികാരങ്ങളാണ് ഇത്. ഐ ആം റിയലി ഡിസപ്പോയിൻറ്റഡ് ഓഫ് മൈ ഫെയിലിയർ. ഞാൻ എൻ്റെ പരാജയത്തിൽ വളരെ നിരാശനായിരുന്നു. ബട്ട് ദ ബോയ് ഹൂ ഗോട്ട് ദ ഫസ്റ്റ് പ്ലേസ് വാസ് ബ്ലൈൻഡ്. എന്നാൽ ആ 1ാം സ്ഥാനത്തെത്തിയ കുട്ടി ബ്ലൈൻഡായിരുന്നു. യെറ്റ് ഹി മെയ്ഡ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ബൈ സെറ്റിംഗ് എ ന്യൂ റെക്കോർഡ് ഇൻ പോൾ വോട്ട് അറ്റ് ദ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സ്. എന്നിട്ടും ആ കുട്ടി ഇത്ര വലിയൊരു അച്ചീവ്മെൻറ്റ് നേടി. എന്നിട്ട് ഒരു പുതിയ വേൾഡ് റെക്കോർഡും ഈ നാഷണൽ ജൂനിയർ ഒളിമ്പിക്സിൽ പോൾ വോട്ടിൽ നേടിയിരിക്കുന്നു. നൗ ഹി ഈസ് കമ്മിങ് ടു മൈ ഹാർട്ട് ആൻഡ് സ്മൈലിംഗ് അറ്റ് മീ വിത്ത് എ സോറോഫുൾ അപ്പിയറൻസ്. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ കുട്ടി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. ഒരു സോറോഫുള്ളായിട്ടുള്ള അപ്പിയറൻസിൽ, ഒരു വളരെ ദയനീയമായിട്ടുള്ളൊരു അപ്പിയറൻസിൽ എന്നെ നോക്കി ചിരിക്കുന്നു. ഐ ഫെൽറ്റ് ഹേറ്റഡ് ആൻഡ് എൻവി ടു ഹിം ടിൽ ഐ കം ടു നോ എബൌട്ട് ഹിസ് ബ്ലൈൻഡ്നെസ്. ഞാൻ അവനെ വെറുക്കുകയും അവനോട് അസൂയ തോന്നുകയും എനിക്ക് ചെയ്തിരുന്നു. എപ്പോഴാണ്? ടിൽ ഐ കം ടു നോ എബൌട്ട് ഹിസ് ബ്ലൈൻഡ്നെസ്. അവൻ്റെ ആ അന്ധതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വരെയും. ബട്ട് ആഫ്റ്റർ, എന്നാൽ അതിനുശേഷം
മൈ മൈൻഡ് ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ചേഞ്ചായി. ആൻഡ് നൗ ഐ ആം ഹാപ്പി. ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ്. ഡിയർ മൈക്കിൾ സ്റ്റോൺ, പ്രിയപ്പെട്ട മൈക്കിൾ സ്റ്റോൺ, ഗോഡ് ബ്ലസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആൻഡ് ക്ലെയിം മോർ ആൻഡ് മോർ വിക്ടറീസ് ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിൽ ഇനി കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നിനക്ക് ഉണ്ടാകട്ടെ. എന്നിട്ട് അടിയിൽ ഒരു സിഗ്നേച്ചർ എഴുതി വരയിടണം. അവിടെ നിന്ന് ഒപ്പൊന്നും വിടണ്ട, സിഗ്നേച്ചർ എഴുതി വരയിട്ടാൽ മതി കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്കിവിടെ നിർത്താം അല്ലേ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, ബെസ്റ്റ് വിഷസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗോഡ് ബ്ലസ് യു.